ഇതാണ് രാജ്യം വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ കാണാതെ പോകുന്നു എന്നൊരു കാഴ്ചപ്പാട് അവൻ അവിടുന്ന് ഒരു ബാറ്റർ വീണപ്പോഴേ അവൻ്റെ ഉള്ളിൽ അവൻ കരുതി തുടങ്ങി. ഇതാണ് അവൻ്റെ ബാറ്റിംഗ് ശൈലി. ആ നാച്ചുറൽ ബാറ്റിംഗ് ശൈലി അവൻ തിരികെ കൊണ്ടുവന്നു. അവൻ വീഴില്ല. അവന് പലരെ കൂടെ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വീഴ്ചകളും അവൻ വീഴുന്നില്ല, വീഴാൻ നിന്ന് കൊടുക്കുന്നു. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ എന്ത് പറ്റിയാ ഇന്നലെയും ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. അവൻ്റെ ഒരു സൗണ്ടിനൊരു ഇടർച്ച വന്നു. അങ്ങനെ ഇന്നവരെ അങ്ങനെ ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. ഹലോ, ആയ മുകേഷ് യാദവ്. അങ്ങനെ സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യയുടെ രക്ഷകനായിരിക്കുകയാണ്. ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ തോറ്റില്ലായിരുന്നെങ്കിൽ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ ടീമിലേ കാണത്തില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു തോൽവി അനുഗ്രഹമായി എന്ന് തന്നെ പറയണം. കാരണം സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഈ 2 കളിയിലും ഇല്ലെങ്കിൽ അവസാനത്തെ 2 മാച്ചിലും, അതായത് ക്വാർട്ടർ ഫൈനലിലും അതുപോലെ തന്നെ സെമി ഫൈനലിലും ഏറ്റവും കൂടുതൽ റൺ എടുത്തത്. ഒരുപക്ഷെ സെമി ഫൈനലിൽ സഞ്ജു സാംസൺ ഒരു ചാൻസ് കൊടുത്തു എന്ന് പറയാം. അത് ഇംഗ്ലണ്ട് ക്യാപ്റ്റനായിരുന്ന ഹാരി ബ്രോക്ക് കളഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് സഞ്ജുവിനെ തളയ്ക്കാൻ കഴിഞ്ഞത് തന്നെ 42 പന്തിൽ 89 റൺ എടുത്തതിന് ശേഷം മാത്രമാണ്. അപ്പോഴേക്കും ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും കളി പോയിരുന്നു എന്ന് തന്നെ പറയാം. അതായത് 2 ഇന്നിങ്സിലൂടെ ചേർന്ന് 499 റൺസ് നേടുക എന്ന് പറയുന്നത് ഒരു ബൗളറെ സംബന്ധിച്ചിടത്തോളം ആ പിച്ച് എന്ന് പറഞ്ഞത് അടി കൊള്ളാനുള്ളതാണോ എന്ന് വരെ ചിന്തിച്ചു പോകും. അത്രമാത്രം ബാറ്റ്സ്മാൻമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആ പിച്ചിൽ തന്നെയാണ് വേൾഡിലെ 1-ാം നമ്പർ ബാറ്റ്സ്മാനായ അഭിഷേക് ശർമ്മ വലിയ റൺസൊന്നും എടുക്കാതെ പവർ പ്ലേയിൽ തന്നെ പോയത്. അവിടെ പലരും അതിനെ ചൂണ്ടിക്കാണിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അതിനെ ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷെ അവിടെ ഓർക്കണം, ഇതേ സമയത്ത് സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ സഞ്ജു സാംസനെ പുറത്താക്കണമെന്ന് മുറവിളി കൂട്ടുന്നവരുടെ എണ്ണം കൂടിയേനെ. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലുള്ളവർ തന്നെയാണ് കൂടുതലും മുറവിളി കൂട്ടുന്നത്. എന്നാൽ ഇപ്പോൾ അഭിഷേക് എത്രാമത്തെ കളിയിലാണ് ഓപ്പണിങ്ങിന് ഫെയിലാകുന്നത്? അതും ഇംഗ്ലണ്ടിന് നേരെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു അഭിഷേക് ശർമ്മ. പക്ഷേ ബാഡ് ലക്ക് എന്ന് തന്നെ പറയാം, അഭിഷേകിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് ഒരിക്കലും അഭിഷേക് എന്ന് പറയുന്ന ആ വ്യക്തി മോശം കളിക്കാരനാണ് അല്ലെങ്കിൽ ടീമിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഒരഭിപ്രായം എനിക്കില്ല. കാരണം അഭിഷേക് വേൾഡ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇതേപോലെ ആയിരിക്കണം സഞ്ജുവിനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. നാളെ 2 കളിയിൽ ഫോം ഔട്ട് ആകുമ്പോൾ 3-ാമത്തെ കളിയിൽ അകത്ത് പിടിച്ചിരുത്തരുത്. ആ ഒരു ആനുകൂല്യമെങ്കിലും സഞ്ജു സാംസന് കൊടുക്കണം. അവിടെയൊക്കെ ഗൗതം ഗംഭീർ വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ സഞ്ജുവിന് തുടർച്ചയായിട്ട് ഇങ്ങനെ ചാൻസെങ്കിലും കിട്ടുന്നത്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവും. അല്ലാത്ത സമയങ്ങളിൽ മറ്റേതെങ്കിലും ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കോച്ചായിരുന്നെങ്കിലോ അപ്പോഴേ ടീമിന് വെളിയിലാക്കിയാനേ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുമുണ്ട്. അതായത് ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസിൽ ഫ്ലോപ്പായിരുന്ന സഞ്ജുവിനെ പുറത്താക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. സഞ്ജുവിൻ്റെ സ്വന്തം അച്ഛൻ പോലും അങ്ങനെയായിരുന്നു കരുതിയത്. അതായത് ന്യൂസിലൻഡ് സീരീസിൽ ഫുള്ള് ഫ്ലോപ്പായിരുന്നു, അതുകൊണ്ട് വേൾഡ് കപ്പിൽ കാണത്തില്ല. എന്നാൽ ഗൗതം ഗംഭീറും സൂര്യയുമായിരിക്കും തീരുമാനിച്ചത് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ തൊപ്പി കാക്കുന്നതും സഞ്ജു സാംസൺ തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളിയിൽ നമ്മൾ കണ്ടതാണ്, ഒറ്റയാൾ പോരാട്ടം തന്നെ ആയിരുന്നു. കൂടെ സപ്പോർട്ടിനായിട്ട് തിലകും അതുപോലെ തന്നെ ദുബൈയും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ 97 റൺ എടുത്തതും ഒറ്റയാൾ പോരാട്ടം തന്നെ ആയിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെയൊക്കെ ന്യൂസിലൻഡ് പരമ്പരയിൽ ഫ്ലോപ്പായിരുന്ന സഞ്ജുവിനെ വെളിയിൽ കളഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ സെമി ഫൈനലിലും എത്തത്തില്ലായിരുന്നു, ഫൈനലിലും കളിക്കത്തില്ലായിരുന്നു. അവിടെയൊക്കെ നിർണായകമായത് ആ തീരുമാനമാണ്. ഒന്ന് ഫോം ഔട്ട് ആയാലോ ഇല്ലെങ്കിൽ 2 കളിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ അവർക്കൊരു ചാൻസ് കൊടുക്കാതെ അവരെ പുറത്താക്കുന്ന രീതി, അത് 10 വർഷമായിട്ട് സഞ്ജു സാംസൺ നേരിട്ടുകൊണ്ടിരുന്നതാണ്. അവിടെയൊക്കെ അങ്ങനെയുള്ള പല തീരുമാനങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കണം പല ഇൻ്റർനാഷണൽ ട്രോഫികളും ഇന്ത്യക്ക് കിട്ടാതിരുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയുടെ കോച്ചായിട്ടിരിക്കുന്നത് ഗൗതം ഗംഭീറാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി വേറെയാണ്. താരങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ക്വാർട്ടർ ഫൈനലിൽ ദുബൈ എടുത്ത 8 റണ്ണും സഞ്ജു സാംസൺ എടുത്ത 97 റണ്ണും എല്ലാം വാല്യൂ ഉള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതും ഒരുപോലെ തന്നെ വാല്യൂ ഉള്ളതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം ടീമിനെ കാണുന്നതും. ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം സഞ്ജുവിനെ ന്യൂസിലൻഡ് പരമ്പരയിൽ ഫുൾ മാച്ചും കളിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അതിനൊക്കെ നന്ദി സൂചകമായിട്ട് ഇപ്പോൾ തിരിച്ച് സഞ്ജു സാംസൺ തന്നെ മുന്നിൽ നിന്ന് റണ്ണ് നേടിക്കൊടുക്കുകയാണ്. അതും കഴിഞ്ഞ 2 മത്സരങ്ങളിലും മാൻ ഓഫ് ദ മാച്ച് ആയിക്കൊണ്ട് തന്നെയാണ് സഞ്ജു പകരം വീട്ടിയത് എന്ന് തന്നെ പറയണം. പകരം വീട്ടലെന്ന് പറഞ്ഞുകൂടാ, താൻ ഇതുകൊണ്ടൊന്നും മതിയാക്കത്തില്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അതുതന്നെയായിരുന്നു ഇന്നത്തെ 89 റണ്ണ്. അതും 42 പന്തിൽ 89 റണ്ണ്. അവിടെയൊക്കെ സഞ്ജു സാംസൺ 15 റണ്ണിൽ നിൽക്കുമ്പോൾ ഒരു ചാൻസ് കൊടുത്തു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതായത് എല്ലാ ബൗളർമാർക്കെതിരെയും ആധിപത്യം പുലർത്താൻ സഞ്ജുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ ക്യാച്ച് കൊടുത്തിട്ടാണ് 89 റൺ എടുത്തതെന്നൊക്കെ ചിലവർ വേണമെങ്കിൽ പറയും. അങ്ങനെ പറയുന്നൊരു ഇഷ്ടം പോലെ ഉണ്ട്.
ക്യാച്ച് കൊടുക്കുക എന്നുള്ളത് ഈ കളിയിലുള്ളതാണ്. അതുപോലെ തന്നെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതും ഈ കളിയിലുള്ളതാണ്. എത്രത്തോളം ക്യാച്ചുകൾ ഇന്ത്യ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. അതും ഓർക്കണം, ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും നല്ല ഫീൽഡറായ ഹാരി ബ്രോക്ക് തന്നെയാണ് ആ ക്യാച്ച് കളഞ്ഞത്. അവിടെയൊക്കെ പലരും ചിന്തിക്കുന്നത് അദ്ദേഹം കപ്പാണ് കളഞ്ഞത് എന്ന രീതിയിലാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പല ഡിസിഷനും തെറ്റായി പോകുന്നതും നമ്മൾ കണ്ടതാണ്. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും സഞ്ജുവിൻ്റെ ഓരോ സിക്സ് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നും ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ഇംഗ്ലണ്ട് ബൗളേഴ്സിൻ്റെ കൺട്രോളും പോയി. പിന്നീട് അങ്ങോട്ട് വന്ന ഇഷാൻ കിഷനും സഞ്ജുവും കൂടെ ചേർന്ന് നല്ലൊരു കൂട്ടുകെട്ട് സമ്മാനിച്ചതോടെ ഏറെക്കുറെ പകുതിയോടായപ്പം തന്നെ ഇത് 250-അടുത്തുള്ള സ്കോറിലെത്തുമെന്ന് നമ്മൾ ഉദ്ദേശിച്ചതാണ്. അവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഇഷാൻ കിഷൻ്റെ പേരും. ഇഷാൻ നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തത്. അവിടെയൊക്കെ ഇഷാൻ ശ്രമിച്ചതും കൂറ്റൻ സ്കോർ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങുമ്പോൾ സഞ്ജുവും കാണിക്കുന്നത്. ആ സമയത്ത് ഔട്ടാവും, ചിലപ്പോൾ കുറച്ചു നേരം കൂടി നിൽക്കാൻ കഴിയും, അങ്ങനെയുള്ള പല അവസ്ഥകളും വരും. അവിടെയൊക്കെ അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് താരങ്ങളുടെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കോച്ചായ ഗൗതം ഗംഭീർ കൊടുത്ത ഫ്രീഡം ആയിരിക്കണം ഇന്ത്യൻ പ്ലെയേഴ്സ് എല്ലാം നല്ല രീതിയിൽ സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത്. അവിടെയൊക്കെ സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ സ്കോർ വേണം എന്ന രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യ 250 റൺ എടുക്കത്തുമില്ലായിരുന്നു. അവർ ഈസി ആയിട്ട് ചേസ് ചെയ്ത് ജയിക്കുകയും ചെയ്താണ്. അതുപോലെ തന്നെ പിന്നെ വന്ന ബാറ്റ്സ്മാൻമാരെല്ലാം ദുബൈ ആവട്ടെ, തിലക് ആവട്ടെ, ഹാർദിക് പാണ്ഡ്യ ആവട്ടെ, എല്ലാവരും നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് 253 എന്ന് പറയുന്ന വലിയ സ്കോറിലെത്തിയതും. അവിടെ അപ്പോഴൊക്കെ ഇന്ത്യക്കാർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. 250 റണ്ണല്ലേ, ഇതെന്തായാലും ചേസ് ചെയ്യത്തില്ല, നമ്മളൊരു കുറഞ്ഞത് 70 റൺസിനെങ്കിലും ജയിക്കും എന്ന രീതിയിലായിരുന്നു നമ്മൾ കളി കാണാൻ തുടങ്ങിയത്. അതിന് അനുകൂലമായിട്ട് തന്നെയായിരുന്നു രണ്ടാമത്തെ ഓവറിൽ അവരുടെ ഓപ്പണറെ നഷ്ടമായതും. അവിടെയും അവരുടെ ഓപ്പണറും ഒരു 3ാം റാങ്കാരനാണ് എന്ന് ഓർമ്മ വേണം. എന്നാൽ ഒരു കാര്യം ഇംഗ്ലണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു, സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുക എന്നുള്ള കാര്യം. ഒരിക്കൽ പോലും അവരുടെ സ്ട്രൈക്ക് റേറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സ്കോർ ഉണ്ടായിരുന്നു. വിക്കറ്റ് 1-2 അധികമായിട്ട് നഷ്ടപ്പെട്ടു എന്നൊഴിച്ചാൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ജേക്കബ് ബദേലിൻ്റെ കാര്യമാണ്. 22 വയസ്സുള്ള പയ്യൻ എല്ലാ ബോളർമാർക്കെതിരെയും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. ഒരുപക്ഷെ നാളത്തെ ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ സ്റ്റാറായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു. അതും ബദേൽ ബാറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേതോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നത് പോലാണ് എനിക്ക് തോന്നിയത്. നല്ല കോൺഫിഡൻസോടുകൂടി നല്ല ഷോട്ടുകളായിരുന്നു എല്ലാം. വലിയ കൂറ്റനടികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും എല്ലാം നല്ല രീതിയിലുള്ള സിക്സുകളായിരുന്നു അദ്ദേഹം അടിച്ചത്. കൂടെ ഉണ്ടായിരുന്ന വിൽ ജാക്കും കൂടെ ചേർന്നപ്പോൾ ആ പാർട്ണർഷിപ്പ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവിടെയൊക്കെ എടുത്തു പറയേണ്ടത് ആ അവസരത്തിലൊക്കെ അവരുടെ സ്കോർ ഇന്ത്യക്കാൾ മേലെ ആയിരുന്നു എന്ന് തന്നെ പറയണം. എന്നാൽ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. അവിടെയൊക്കെയാണ് നമുക്ക് മനസ്സിലായത് ഈ 250 റൺ എന്ന് പറയുന്നത് അത്ര വലിയ റൺസൊന്നും അല്ല, ഇത് ചേസ് ചെയ്യാൻ ഈസിയായിട്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നത്. ഒന്നാമതേ കളി എവിടെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. മുംബൈയിലാണ് നടക്കുന്നത്. നല്ല റൺ ഒഴുകുന്ന പിച്ചാണ്, ചേസ് ചെയ്ത് നല്ല രീതിയിൽ റൺ എടുക്കാൻ പറ്റുന്നൊരു പിച്ച്, ബൗളർമാരെ തല്ലിക്കൊല്ലുന്നൊരു പിച്ച്. അവിടേക്ക് എടുത്തു പറയേണ്ടത് ബുംറയെ പോലൊരു ബൗളറെ നമുക്ക് കിട്ടിയതിന് നന്ദിയാണ് പറയേണ്ടത്. അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അനുഗ്രഹം ഇന്ത്യക്ക് തന്നെയാണ് കിട്ടിയത്. കാരണം അത്ര നല്ല രീതിയിലാണ് ഡെത്ത് ഓവറിൽ ബുംറ പന്തെറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ ഇത്രയും നാൾ ഇത്രയും സ്ഥിരതയോടെ ബൗൾ ചെയ്യുന്ന വേറെ ബൗളറെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ വേൾഡിൽ തന്നെ എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുംറയായിരിക്കും ഫസ്റ്റ് എന്ന് എനിക്ക് പറയാൻ കഴിയും. ബുംറയുടെ അത്രയും ഡെത്ത് ഓവർ എറിയാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൗളർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വേറെ ആരുടെയും പേര് ബുംറയ്ക്ക് മുന്നിൽ ഉണ്ടാവില്ല. അത്ര നല്ല രീതിയിലാണ് ബുംറ പന്തെറിയുന്നത്. ഒരുപക്ഷെ അത് ഇന്ത്യക്കൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ ഈ പല കളികളും, അതായത് ഇന്ത്യ അവസാനം കപ്പടിച്ചിട്ടുള്ള പല കളികളും തോൽവിയിലേക്ക് വീണു പോകേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയൊക്കെ പലപ്പോഴും ഒരു പ്ലസ് പോയിൻ്റായിട്ട് നിന്നത് ബുംറ മാത്രമാണ്. അതും ഒരു കളിയിൽ മാത്രമല്ല, ത്രൂ ഔട്ട് സീരീസ് എടുത്തു നോക്കിയാൽ തന്നെ എല്ലാ കളിയിലും അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടായിരിക്കും മടങ്ങുന്നത്. ചിലപ്പോൾ പലരും വിചാരിക്കും ബുംറ അധികം വിക്കറ്റൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന്. ബുംറ വിക്കറ്റൊന്നും എടുക്കണ്ട, ബുംറ എറിഞ്ഞ ഓവറുകൾ നോക്കിയാൽ മതി. അതിനുശേഷം ബാറ്റ്സ്മാൻമാർക്കുണ്ടാകുന്ന ഒരു ആർത്തി, കാരണം ബുംറ എറിഞ്ഞ ഓവറിൽ റൺ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ആർത്തി അടുത്ത ഓവറിൽ കാണിക്കും, വിക്കറ്റ് വീഴുകയും ചെയ്യും. ഇല്ലെങ്കിൽ ബുംറയുടെ ഓവറിൽ തന്നെ ആ വിക്കറ്റ് കൊണ്ട് കളയുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് തോന്നും മറ്റുള്ളവർ ബുംറയേക്കാൾ നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ ബാറ്റ്സ്മാൻമാരെ അത്രയും പ്രതിരോധത്തിലാക്കുന്നത് ബുംറയാണ് എന്ന് ഓർക്കേണ്ടതാണ്. അവിടെയൊക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ബുംറ തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അവിടെയൊക്കെ എടുത്തു പറയേണ്ടതാണ് അവസാന ഓവറുകൾ എറിഞ്ഞ അർഷദീപ് ആയാലും ബുംറ ആയാലും
ഹാർദിക്കാലും നല്ല രീതിയിൽ പന്തെറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് വിജയം കിട്ടിയത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ജേക്കബ് ബത്തേൽ അവരെ ഫൈനലിൽ എത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അവിടെയൊക്കെ അത്രയും ഫോമിൽ നിൽക്കുന്ന ബാറ്റ്സ്മാനെ ആണെങ്കിലും റണ്ണെടുക്കാൻ സമ്മതിക്കാതെ നല്ല രീതിയിൽ യോർക്കർ എറിഞ്ഞ് അവർക്ക് സമ്മർദ്ദം കൊടുക്കാൻ ആ 3 ബൗളർമാർക്കും കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം വരുണിൻ്റെ കാര്യം എങ്ങനെയാണെന്ന്. വരുൺ നല്ല രീതിയിൽ പന്തെറിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ പിച്ചിൽ വരുൺ എത്ര എറിഞ്ഞാലും ഇനി എങ്ങനെയൊക്കെ എറിഞ്ഞാലും ചിലപ്പോൾ നന്നാവണമെന്നില്ല. ആ രീതിയിലാണ് ആ പിച്ചുള്ളത്. അവിടെ വേണമെങ്കിൽ പലർക്കും ചോദിക്കാം, വിൽ ജാക്കൊക്കെ നല്ല രീതിയിൽ പന്തെറിഞ്ഞല്ലോ, 10 റൺസല്ലേ കൊടുത്തോളൂ ഓവറിൽ, വരുൺ അതിലേറെ റണ്ണ് കൊടുത്തില്ലേ എന്നൊക്കെ ചോദ്യം വരാം. അവിടെയാണ് ഓർക്കേണ്ടത്, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ, എല്ലാവരും അല്ലെങ്കിൽ ബുംറയെ പോലെ ആയിരിക്കത്തില്ലല്ലോ. അതേ ഒരു സ്ഥിതിയാണ് വരുണിനും വന്നത് എന്ന് കരുതി വരുണിനെ എടുത്ത് മാറ്റണം എന്നൊരിക്കലും ഞാൻ പറയത്തുമില്ല. അങ്ങനൊരു അഭിപ്രായം അവിടെ നടക്കത്തുമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വരുൺ ഫൈനലിൽ കളിക്കുകയും ചെയ്യും. കാരണം വരുൺ എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. ന്യൂസിലൻഡുമായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. ന്യൂസിലൻഡ് ബാറ്റ്സ്മാൻമാരെ എല്ലാം നല്ല രീതിയിൽ കുഴച്ചൊരു വ്യക്തിയാണ് വരുൺ. അങ്ങനെയുള്ളപ്പോൾ ഫൈനലിൽ ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരത്തിൽ വരുണിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യം തന്നെ ആയിരിക്കും. അവിടെ വേണമെങ്കിൽ പലരും പറയുമെങ്കിൽ അഭിഷേകിനെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റിക്കൂടെ, അഭിഷേക് എല്ലാ കളിയിലും ഫ്ലോപ്പ് അല്ലേ എന്ന് ചോദിക്കാം. എന്നാൽ അവിടെയൊക്കെ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും വലിയ ബാറ്റ്സ്മാനായ വിരാട് കോഹ്ലി അത്രയും കളിയിലും ഫോം ഔട്ടായിരുന്നു. എന്നാൽ ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ കളി പുറത്തെടുത്തു, ഇന്ത്യ ജയിക്കുകയും ചെയ്തു. അതുപോലെ വേണമെങ്കിൽ ചിലപ്പോൾ സഞ്ജു സാംസൺ ഫൈനലിൽ ഫോം ഔട്ട് ആവാം, അഭിഷേക് വീണ്ടും തിരിച്ചു വരാം, വരുണും ചിലപ്പോൾ നല്ലതായിട്ട് പന്തെറിയാം. അങ്ങനെയൊക്കെ തിരിച്ചും മറിഞ്ഞും എല്ലാം കാര്യങ്ങൾ വരാം എന്ന് കരുതി അവരുടെയൊക്കെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ശരിയായുള്ള കാര്യമല്ല. കാരണം ഇവരൊക്കെ നല്ല പ്ലെയേഴ്സാണ്. ഏകദേശം ടോപ്പ് 10ൽ നിൽക്കുന്ന റാങ്കുള്ള വ്യക്തികളാണ് ഇവരെല്ലാം. ഇവിടെയൊക്കെ ഇവർക്ക് കൊടുക്കുന്ന പിന്തുണ സഞ്ജു സാംസന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും അധികം കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഗൗതം ഗംഭീർ വന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് അവസരം കിട്ടുന്നത് എന്നുള്ളതും കൂടെ എടുത്തു പറയണം. എന്നാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സഞ്ജുവിന് ഒരു മത്സരം പോലും കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. എന്ന് കരുതി അത് ഇന്ത്യൻ ടീമിനെ ബാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് പലപ്പോഴും ഫെയിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒന്നും വലിയ സ്കോറിലോട്ടൊന്നും എത്തിയിരുന്നില്ല. എന്നിരുന്നാലും ഇന്ത്യ കപ്പ് നേടി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ അന്നത്തെ വിരാട് കോഹ്ലിയുടെ അതേ രീതി തന്നെയാണ് ഇന്നത്തെ അഭിഷേകിൻ്റെ സ്ഥാനവും പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിഷേകും ഓപ്പണിങ്ങിൽ ഒരു കളി ഒഴിച്ച് ബാക്കി ഒരു കളിയിലും ഇതുവരെ നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടില്ല. ഇനി ഫൈനലിലെങ്കിലും അഭിഷേക് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടേക്ക് എടുത്തു പറയേണ്ടത്, ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് നല്ല ടീമാണ്, വേൾഡ് ക്ലാസ് പ്ലെയറാണ്. നല്ല ബൗളേഴ്സ് ഉണ്ട്, നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്, നല്ല ഓൾറൗണ്ടർമാരുണ്ട്, നല്ല ഫിനിഷർമാരുണ്ട്, നല്ല ഓപ്പണിംഗ് ഉണ്ട്. എല്ലാം കൂടി ചേർന്ന നല്ലൊരു ടീം തന്നെയാണ് ഇന്ത്യ. ഇന്ത്യ ഫൈനലിൽ കപ്പ് നേടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ന്യൂസിലൻഡുമായിട്ടുള്ള കളികളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്ന് നല്ല രീതിയിൽ കളിച്ചൊരു വ്യക്തിയാണ് അഭിഷേക്. അഭിഷേക് ചിലപ്പോൾ ഫൈനലിലായിരിക്കും തിരിച്ചു വരുന്നത്. അവിടേക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, സഞ്ജുവിന് പറ്റിയതുപോലെ ഇനി അഭിഷേകിനും പറ്റാൻ പാടില്ല. 2 കളിയിലോ 3 കളിയിലോ ഫോം ഔട്ട് ആയിക്കഴിഞ്ഞാൽ ടീമിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളത് ശരിയായുള്ള രീതിയല്ല. അതിന് ഉദാഹരണം തന്നെയായിരുന്നു സൗരവ് ഗാംഗുലി. നിർബന്ധം പിടിക്കുന്നൊരു ക്യാപ്റ്റനായിരുന്നു. അതുമൂലം ഇന്ത്യക്ക് പല കിരീടങ്ങളും ആ സമയത്ത് നേടാൻ കഴിഞ്ഞു. ഇന്ത്യ ഒരു നല്ലൊരു ടീമായിട്ട് തന്നെ ധോണിക്ക് മുന്നേറാൻ തുടങ്ങിയത് ഗാംഗുലിയുടെ ടൈമിലായിരുന്നു. MS ധോണിയെപ്പോലും ടീമിൽ നിലനിർത്തിയത് സൗരവ് ഗാംഗുലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാച്ചുകളിൽ MS ധോണി പരാജയമായിരുന്നു. 2-3 കളികളിൽ സ്കോർ ചെയ്യാതിരുന്നപ്പോൾ, പാകിസ്ഥാനുമായുള്ള സീരീസ് വന്നപ്പോൾ സൗരവ് ഗാംഗുലിയാണ് പറഞ്ഞത് MS ധോണിയെ ഉൾപ്പെടുത്തണമെന്ന്. അന്ന് ധോണി ഫോം ഔട്ട് ആയത് കണ്ട് സൗരവ് ഗാംഗുലി ധോണിയെ ടീമിൽ നിലനിർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നൊരു വലിയ ക്യാപ്റ്റനെ നമുക്ക് നഷ്ടമായേനെ. അതിനുശേഷം പലപ്പോഴും ധോണി നിറം മങ്ങിയിരുന്നു. പിന്നീട് വന്ന് ദ്രാവിഡും ധോണിയെ നിലനിർത്തുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ പുറത്താക്കില്ല എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഗൗതം ഗംഭീറും അതേ ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അഭിഷേക് ഫോം ഔട്ട് ആയാലും നിലനിർത്തും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പോളിസിയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അഭിഷേക് വേൾഡ് ക്ലാസ് പ്ലെയർ തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും ബാറ്റിങ്ങിൽ 1ാം നമ്പറിൽ തുടരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ചില സമയങ്ങളിൽ ഫോം ഔട്ട് ആവും. അഭിഷേക് ഫോം ഔട്ട് ആയത് വേൾഡ് കപ്പിലാണ് എന്ന് മാത്രം ഓർത്താൽ മതി. ഇതിനു മുമ്പ് സഞ്ജുവിന് സംഭവിച്ചത് അതേ രീതി തന്നെയാണ് ഇപ്പോൾ അഭിഷേകിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഒരുപക്ഷെ സഞ്ജുവിനെ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ സെമി ഫൈനലും ഫൈനലും ഒന്നും കളിക്കത്തില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് വന്നേനെ. അവിടെ ഗൗതം ഗംഭീറും സൂര്യയൊക്കെ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു മാറ്റം അവിടെ നടത്താതിരുന്നതാണ് ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതും ഇപ്പോൾ സഞ്ജു സാംസൺ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം പറയണമല്ലോ, ഇവിടെയൊക്കെ സഞ്ജു സാംസൺ ഫോം ഔട്ട് ആകുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ പേരും ക്രിറ്റിസൈസ് ചെയ്യുന്നത്.
അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ടീമിൽ മറ്റുള്ളവർ ഫോം ഔട്ട് ആകുമ്പോൾ അത്രയ്ക്ക് ആരും ക്രിറ്റിസൈസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇവിടെയൊക്കെ ന്യൂസിലൻഡ് സീരീസിൽ ഫോം ഔട്ട് ആയപ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി ശരിയല്ല, സഞ്ജുവിൻ്റെ ഫുഡ് മൂവ്മെൻറ്റ് ശരിയല്ല, കുറച്ച് ഡീപ്പായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്, ഫുഡ് വർക്കൊക്കെ റെഡിയാക്കണം എന്ന രീതിയിൽ കുറേ പേര് ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് സഞ്ജു ബാറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതി വെച്ച് 2 കളികളിലും ടോപ്പ് സ്കോറർ ആയതും മാൻ ഓഫ് ദ മാച്ച് ആയതെല്ലാം അതേ ശൈലി വെച്ച് തന്നെയാണ്. അവിടെ ഇപ്പോൾ ആർക്കും ഒരു കുറ്റം പറയാനില്ല. ഇനി എപ്പോൾ ഫെയിലാവുന്നു അപ്പോൾ ഓരോരുത്തർ പൊക്കിക്കൊണ്ടുവരും. അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അതെല്ലാം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര്. ഇവരൊക്കെ ഇതുപോലെ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു വെസ്റ്റ് ഇൻഡീസുമായിട്ട് ചെയ്ത ആ ചേസിങ്, അതുപോലൊരു ചേസിങ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷേ ക്രിറ്റിസൈസ് ചെയ്യാൻ അവർ വരികയും ചെയ്യും. അത് സഞ്ജു ഫോം ഔട്ട് ആകുമ്പോൾ മാത്രമാണ് ഈ ശബ്ദങ്ങൾ കൂടുതൽ ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും അവർക്കൊരു നല്ല മറുപടിയായിട്ടാണ് സഞ്ജു ഇപ്പം വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പം സഞ്ജു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 4 കളി മാത്രമേ കളിച്ചോളൂ. ഏകദേശം 75 റണ്ണിന് മുകളിൽ ആവറേജുമായിട്ടും അതുപോലെ തന്നെ 200-ൽ കൂടുതൽ സ്ട്രൈക്ക് റേറ്റുമായിട്ടാണ് സഞ്ജു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓർക്കേണ്ടത് ഇതൊരു സാധാരണ സീരീസ് അല്ല, വേൾഡ് കപ്പ് പോലുള്ള നിർണായക മത്സരത്തിലാണ് സഞ്ജുവിൻ്റെ ഈ പ്രകടനം എന്നുള്ളത് കൂടി ഓർക്കുക. സഞ്ജു തുടരുക തന്നെ ചെയ്യും. കുറയ്ക്കുന്നവർ കുറയ്ക്കട്ടെ, കുറിച്ചുകൊണ്ടേയിരിക്കട്ടെ. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ അതിലുപരി ആളുകളുള്ളപ്പോൾ സഞ്ജു മുന്നോട്ട് തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എന്തായാലും ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നു. കപ്പ് നേരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.